സ്വദേശി ആചരണം, സമൂഹത്തിൽ സ്വദേശി ആചരണം കൊണ്ടുവരണം. സ്വത്വത്തിൻ്റെ ആ ബോധത്തെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, അത് വളർന്നെങ്കിലേ ഭാരതം സാംസ്കാരികമായി മാത്രമല്ല സാമ്പത്തികമായും ശക്തി പ്രാപിക്കുള്ളൂ. അപ്പോൾ ഈ അമേരിക്കയുടെ സോക്കോൾഡ് വളരെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ അവർ താരിഫൊക്കെ ചുമത്താൻ ശ്രമിച്ചപ്പോൾ പോലും ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ആടി ഒലയാതിരുന്നത്, കൊറോണ സമയത്തായാലും പിന്നീടുള്ള ഇപ്പോഴത്തെ ഈ അമേരിക്കയുടെ രാഷ്ട്രപതിക്ക് ഓരോ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിനനുസരിച്ച് പിറ്റേ ദിവസം പല പല പരിപാടികൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിലാണ് ഭാരതത്തെക്കുറിച്ച് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പക്ഷെ അപ്പോഴും ഭാരതം ഉറച്ചു നിന്നു, ഭാരതം മുന്നോട്ട് പോവുകയാണ്. ഈ യുദ്ധ സാഹചര്യത്തിൽ പോലും ശരിയാണ്, ഇതൊരു അക്ഷയപാത്രമൊന്നുമല്ല നമ്മുടെ എണ്ണ ശേഖരണമൊന്നും. പക്ഷെ ഇപ്പോഴും മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ 100% ഉപയോഗിക്കുന്ന എണ്ണ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങളിൽ പോലും ഉണ്ടാകുന്ന വിലവർദ്ധനവിനേക്കാൾ കുറവാണ് ഭാരതത്തിൽ ഇപ്പോഴും. യുദ്ധം വീണ്ടും തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നാളിതുവരെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ അടിസ്ഥാന സമ്പദ് വ്യവസ്ഥ ശക്തമാണ്. അതുകൊണ്ടാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP എന്ന് പറയുന്നത്, നമ്മുടെ GDP എന്ന് പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ശക്തിപ്പെടുന്നത്. അതിനൊക്കെ കാരണം ഈ സ്വത്വബോധം ഒരളവോളം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ വ്യാപകമാക്കുക, 100% എത്തിക്കുക, 100% ഭാരതീയരും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.